സമാധാനമുണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് മനസ്സമാധാനമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുക എന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെ 23 വർഷക്കാലഘട്ടത്തിലെ ജീവിതത്തിനിടക്ക് അദ്ദേഹം സൃഷ്ടിച്ച തൻ്റെ സഹാബി സഞ്ചയം, സർവശക്തനായ തമ്പുരാനിലുള്ള വിശ്വാസം, രൂഢമൂലമായ വിശ്വാസം, അവനെക്കുറിച്ചുള്ള ബോധം മനസ്സുകൾക്കകത്തേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് സമാധാനം കൈവരിക്കുക എന്ന്, വൈയക്തികമായ തലത്തിലുള്ള സമാധാനം കൈവരിക്കുക എന്നതിന് ലോകത്തിന് മുന്നിൽ മാതൃകയായി നിലകൊള്ളുകയാണ്. കുടുംബത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും കളിയാടേണ്ടതുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 28-ാമത്തെ വചനത്തിൽ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനു വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് എന്നെടുത്ത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കിടയിൽ കാരുണ്യവും സ്നേഹവും അവൻ കൃത്യമായി ഇട്ടു തന്നിരിക്കുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അതിനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്നേഹവും കാരുണ്യവും വഴി കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും കളിയാടുക എന്ന്, തൻ്റെ ഇണകളോടുള്ള പെരുമാറ്റം വഴി, തൻ്റെ മക്കളോടും പേരക്കുട്ടികളോടുമുള്ള കൊള്ളക്കൊടുക്കലുകൾ വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമൂഹികമായ സമാധാനത്തിൻ്റെ അടിത്തറയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളുടെ സമാധാനത്തിൻ്റെ അടിത്തറ മനുഷ്യർ തമ്മിൽ നിലനിൽക്കേണ്ട നീതിപൂർവകമായ സഹവർത്തിത്വമാണ് എന്ന അടിസ്ഥാന തത്വം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നുകൊണ്ടാണ് സാമൂഹ്യ നീതിയെക്കുറിച്ചും സാമൂഹ്യ ശാന്തിയെക്കുറിച്ചും നമ്മളെ പഠിപ്പിച്ചത്. മനുഷ്യർ തമ്മിൽ നീതിയോടുകൂടിയുള്ള വർത്തനമുണ്ടാകുമ്പോൾ മാത്രമേ തീർച്ചയായും സമൂഹത്തിൽ സമാധാനം നിലനിൽക്കുകയുള്ളൂ എന്ന അടിസ്ഥാനപരമായ പാഠം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷി നിൽക്കുന്നവർ എന്നുള്ള നിലക്ക് നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരാകണമെന്ന് പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 135-ാമത്തെ വചനത്തിൽ പറഞ്ഞപ്പോൾ ആ നീതി നിങ്ങൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കെതിരാണെങ്കിലും, നിങ്ങളുടെ സ്വന്തക്കാർക്കെതിരാണെങ്കിലും നിങ്ങൾ നീതിക്ക് വേണ്ടി തന്നെ നിലനിൽക്കണമെന്ന് പഠിപ്പിച്ചപ്പോൾ ആ നീതി എങ്ങനെയാണ് നിലനിർത്തുക എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് നീതിനിഷ്ഠമായൊരു സാമൂഹ്യ സംവിധാനം വഴി സമൂഹത്തിൽ എങ്ങനെ സമാധാനം നിലനിർത്തണമെന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിച്ചത്തിലും തെളിച്ചത്തിലും ആ നീതിനിഷ്ഠമായ സമ്പ്രദായത്തെ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന് നീതിയെക്കുറിച്ച് പഠിപ്പിക്കുവാനാണ് തനിക്ക് ശേഷം കടന്നു വരാനുള്ള പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 7 മുതൽ 14 വരെയുള്ള വചനങ്ങളിലൂടെ പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ പ്രവചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവനും നീതി എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി എന്ത് എന്നുള്ള ചർച്ചയിൽ എടുത്തു പറഞ്ഞത്
ഇന്ത്യയിൽ ഉമറിൻ്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഉമറിൻ്റെ ഭരണം ലോകത്തിന് മാതൃകയാകുന്നത്, നീതിയുടെ കാര്യത്തിൽ ലോകത്തിന് മുഴുവനും സ്വീകരിക്കാൻ സാധിക്കുന്ന സന്ദേശമാകുന്നത്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിക്കൊണ്ടുവന്ന നീതിയുടെ നിയമങ്ങൾ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ലോകത്തിന് അദ്ദേഹം കാണിച്ചു കൊടുത്തതുകൊണ്ടാണ്. ഇവിടെയാണ് നീതി നിലനിൽക്കണമെങ്കിൽ കൃത്യമായി നിഷ്കൃഷ്ടമായ നിയമങ്ങൾ അനിവാര്യമാണ് എന്നുള്ള വസ്തുത നമുക്ക് ബോധ്യപ്പെടുക. നീതി എന്നത് കേവലം പ്രഭാഷണത്തിലൂടെ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. നീതി എന്നത് കേവലം ഉപദേശത്തിലൂടെ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. സമൂഹത്തിൽ സ്വാഭാവികമായും നിയമങ്ങൾ അനുധാവനം ചെയ്യാത്ത, നിയമങ്ങളെ ലംഘിക്കുന്ന ആളുകളുണ്ടാകും. ആ നിയമലംഘകന്മാരെ കൃത്യമായ വരുതിയിൽ നിർത്താതെ ഒരിക്കലും നീതിയിൽ അധിഷ്ഠിതമായൊരു സാമൂഹ്യ സംവിധാനം സാധ്യമാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയുന്ന ആളുകളുണ്ട്. ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത്, യുദ്ധക്കുറ്റവാളികളെ വധിച്ചത്, യുദ്ധത്തിൽ വഞ്ചന കാണിച്ച ആളുകൾക്കെതിരെ ശക്തമായ നികൃഷ്ടമായ നടപടികളെടുത്തത്, അതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി അസമാധാനത്തിൻ്റെയും അക്രമത്തിൻ്റെയും ക്രൂരതയുടെയും എല്ലാം വക്താവായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളറിയേണ്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ നീതി നിർവഹണം എങ്ങനെ സാധിക്കണമെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അനീതിയുടെ വക്താക്കളെ, സമൂഹത്തിലെ പുഴുക്കുത്തുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ലോകത്തിൻ്റെ മുന്നിൽ പറഞ്ഞുകൊടുത്തതാണ് പ്രത്യേകമായി സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് എന്നുള്ള വസ്തുതയാണ്. ഇവിടെ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആധുനിക കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളുടെ, നിന്ന നാടകങ്ങളുടെ മുഴുവനും ആ അടിത്തറ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രവാചക വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, കാർട്ടൂണുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി നിന്ദിക്കപ്പെടുന്നു. കഥകളിലൂടെ, നോവലുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി അപഹംസിക്കപ്പെടുന്നു. വളരെ വൃത്തികെട്ട പ്രമേയങ്ങളുമായി സിനിമകൾ പുറത്തിറങ്ങുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കാൻ വേണ്ടി മാത്രം. വ്യത്യസ്തങ്ങളായ രീതികളിൽ മീഡിയകളിലൂടെ പ്രവാചക നിന്ദക്ക് വേണ്ടി മാത്രമായുള്ള കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലുള്ള മസ്തിഷ്കമായി പ്രവർത്തിക്കുന്നത് പലപ്പോഴും സങ്കടകരമെന്ന് പറയട്ടെ, ലോകത്തെങ്ങുമുള്ള ക്രൈസ്തവ മതമൗലികവാദി സംഘടനകളാണ്, മിഷനറി സംഘങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കൊണ്ട് ഭീകരവാദത്തിൻ്റെ അടിത്തറ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഉപദേശങ്ങളിലുമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിക്കൂട്ടിൽ നിർത്തി കല്ലെറിയുന്നവർ, അവിടെ മാതൃകാ പുരുഷനായി ക്രിസ്തു യേശുവിനെ അവതരിപ്പിച്ചുകൊണ്ട് പറയാറുള്ളത് സമാധാനത്തിൻ്റെ വക്താവാണ് അദ്ദേഹം എന്നാണ്. നമുക്കാർക്കും സംശയമുള്ള കാര്യമല്ല അത്. ബൈബിൾ പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിലെ 38 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങൾ ലോക ക്രൈസ്തവതയുടെ സമാധാന സന്ദേശമായി എടുത്തു പറയാറുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന പ്രമാണം നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നവനെ നിങ്ങൾ ദ്വേഷിക്കരുത്. നിങ്ങളുടെ ഒരു മുഖത്തടിച്ചാൽ നിങ്ങൾ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കണം. നിങ്ങളെ പിടിച്ചു വെച്ച് നിങ്ങളുടെ കുപ്പായം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇയാൾക്ക് നിങ്ങൾ നിങ്ങളുടെ മേലങ്കി അടിച്ചു കൊടുക്കണം.
നിങ്ങളെ പിടിച്ചു വലിച്ച് ഒരു നാഴിക കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നയാളോടൊപ്പം നിങ്ങൾ 2 നാഴിക നടക്കണം. നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. ഇത് ക്രിസ്തുവിൻ്റെ ഉപദേശമായി മത്തായിയുടെ സുവിശേഷം എടുത്ത് പറയുന്നു. ഇതാണ് ഈ രംഗത്തെ ക്രൈസ്തവ വിശ്വാസമെന്നും ഇതാണ് ഈ രംഗത്തെ ക്രൈസ്തവ നിലപാടി എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിക്കൂട്ടിൽ കയറ്റാറുള്ളത്. അവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ടത് ഈ സിദ്ധാന്തം എത്രത്തോളം പ്രയോഗവൽക്കരിക്കാൻ ഇപ്പറയുന്ന ആളുകൾക്ക് തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അദ്ദേഹം പഠിപ്പിച്ച ദർശനവും സമൂഹത്തെ പരിവർത്തിപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയെന്നും സമാധാനത്തിൽ വർത്തിക്കേണ്ടത് എങ്ങനെയെന്നും കൃത്യമായി പഠിപ്പിക്കുക വഴി ലോകത്തിന് വെളിച്ചം നൽകിയപ്പോൾ യുദ്ധരംഗത്തെ നിയമങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ കാലങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടും ആ നിയമങ്ങൾക്ക് പോലും ക്രൈസ്തവ ക്രൂരതകളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ചരിത്രമാണ്. ആദ്യകാലത്തെ ഈ ബൈബിൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭാപിതാക്കന്മാരായ ജസ്റ്റിനും ക്ലെമൻറ്റും തെർത്തുല്യനുമെല്ലാം പറഞ്ഞത് ഒരിക്കലും യുദ്ധം പാടില്ല എന്നതാണ്. മാത്രമല്ല ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ഒരാൾ ക്രിസ്ത്യാനിയായി മാമോദീസ മുങ്ങണമെങ്കിൽ അയാൾ പട്ടാളക്കാരനാണെങ്കിൽ ആ പട്ടാള ജോലി ഉപേക്ഷിക്കണമെന്ന നിയമമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ക്രിസ്താബ്ദം 320കളോടുകൂടി റോമിൻ്റെ ഔദ്യോഗിക മതം ക്രിസ്തുമതമായി തീരുകയും റോമാ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടയാളികളായി ക്രൈസ്തവർ കൂട്ടം കൂട്ടമായി കടന്നു വരികയും ചെയ്തപ്പോൾ അവിടെ നിയമങ്ങളെല്ലാം അവസാനിക്കുകയായിരുന്നു. യുദ്ധത്തിനെതിരെയുള്ള നിയമങ്ങളെല്ലാം അവസാനിക്കുകയായിരുന്നു. റോമിനെ പൂർണ്ണമായി പിടിച്ചടക്കുവാൻ വേണ്ടി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്താബ്ദം 324 നടത്തിയ അതിശക്തമായ യുദ്ധത്തിൽ 34,000 മനുഷ്യരെ കൊന്നൊടുക്കിയപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും പട്ടാളക്കാരില്ലാത്ത സാധാരണക്കാരായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കണമെന്ന നിയമം പോയിട്ട് നിരപരാധികളായ ആളുകളുടെ മേലെ അതിക്രമങ്ങൾ നടത്താൻ പാടില്ല എന്ന സാമാന്യമായ യുദ്ധനിയമം പോലും വിസ്മരിക്കപ്പെടുകയായിരുന്നു. ഇവിടെയാണ് യുദ്ധം വേണമെങ്കിൽ യുദ്ധമുണ്ടാകുമ്പോൾ നിലനിൽക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാന മതമായി ഔദ്യോഗിക മതമായി ക്രിസ്തുമതം മാറിയതോടുകൂടിയാണ് ക്രിസ്താബ്ദം 430 സെന്റ് അഗസ്റ്റിൻ ജസ്റ്റ് വാർ തിയറി എന്നുള്ള സിദ്ധാന്തം കൊണ്ടുവരുന്നത്. നീതി യുദ്ധ സിദ്ധാന്തം എന്നർത്ഥം. നീതിയുദ്ധ സിദ്ധാന്തപ്രകാരം നീതിക്കു വേണ്ടിയുള്ള യുദ്ധങ്ങൾ ന്യായീകരിക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിനു മുമ്പും ശേഷവുമായി പൗരോഹിത്യ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും കൂട്ടിച്ചേർന്നുകൊണ്ട് ലോകത്തിൽ നടത്തിയ നരനായാട്ടുകൾ ഭീകരമായ ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെയൊന്നും നിയമങ്ങൾ ഉണ്ടായിരുന്നില്ലേ അവർക്ക്? അതുകൊണ്ടാണ് അത് നമ്മൾ എടുത്തു പറയുന്നത്. നിയമങ്ങൾ കൃത്യമായി പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ എന്തും ചെയ്യാമെന്ന അവസ്ഥാവിശേഷമാണ് നിലനിന്നത്. 2 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന കുരിശു യുദ്ധങ്ങൾ ക്രൈസ്തവ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളായി സ്ഥിതി ചെയ്യുകയാണ്. അതുകൊണ്ടാണല്ലോ 2000 ആണ്ട് മാർച്ച് മാസം 12-ാം തീയതി അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ ലോകത്തിൻ്റെ മുന്നിൽ മേയാ കുൾപ്പ നടത്തി. ക്രൈസ്തവ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ മുന്നിൽ തെറ്റുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് സ്വയം കുമ്പസരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ലോകമേ മാപ്പ് എന്നാണ്. കഴിഞ്ഞ 2 സഹസ്രാബ്ദങ്ങളായി ക്രൈസ്തവ സഭ ലോകത്തിൻ്റെ മേലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ അതിക്രമങ്ങൾക്ക് മാപ്പ് എന്നാണ്.
2 നൂറ്റാണ്ട് നീണ്ടുനിന്ന കുരിശു യുദ്ധങ്ങളിലൂടെ നടത്തിയ അതിക്രൂരമായ അതിക്രമങ്ങൾക്ക് മാപ്പ് എന്നാണ്. എന്തുകൊണ്ടത് പറയേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ ആർക്കും നിഷേധിക്കാനാകാത്ത വിധം രേഖപ്പെട്ട് കിടക്കുകയാണ് ഈ ക്രൂരതകൾ. 1995 ക്രിസ്താബ്ദം 1995 ക്ലർമോണ്ട് സുനഹദോസിൽ വെച്ച് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന അർബൻ 2 മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തോടെയാണ് കുരിശു യുദ്ധത്തിന് തിരശ്ശീല ഉയരുന്നത്. ലോകത്ത് നമ്മുടെ വിശുദ്ധ പ്രദേശങ്ങൾ കൈയടക്കി വെച്ചിട്ടുള്ള അതിപ്രാകൃതരും കൊള്ളരുതാത്തവരുമായ മുസ്ലിങ്ങൾ, പിശാചിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരിൽ നിന്ന് പലസ്തീനിലുള്ള നമ്മുടെ വിശുദ്ധ ദേശങ്ങൾ കൈവശപ്പെടുത്തുവാൻ നമ്മൾ ശക്തമായി മുന്നേറേണ്ടതുണ്ട് എന്നുള്ള മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് 1996 ആഗസ്റ്റ് മാസം 15 പീറ്റർ ദ ഹെർമിറ്റ് എന്ന് പറയുന്ന സന്യാസിയായ പത്രോസിൻ്റെ നേതൃത്വത്തിൽ നടന്ന 35,000 പേരടങ്ങുന്ന ഇറ്റലിയിലും ജർമ്മനിയിലും ഫ്രാൻസിലുമുള്ള ആളുകളുടെ പട, അത് പലസ്തീനിലേക്ക് നടന്നെടുത്തപ്പോൾ വഴിയിൽ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഫലസ്തീനിലെത്തിയപ്പോൾ അവിടെ ബൈത്തുൽ മുഖദ്ദസ്, അവിടെ പലസ്തീൻ നാട് മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. അത് പിടിച്ചടക്കാൻ വേണ്ടി മുസ്ലിങ്ങളെയും അവിടെയുള്ള ജൂതന്മാരെയും കൂട്ടക്കൊല ചെയ്തതിൻ്റെ ചരിത്രം എടുത്തു പറയുമ്പോൾ കുരിശുയോദ്ധാക്കളുടെ ചരിത്രകാരന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം ജെറൂസലേം പള്ളിയിൽ എത്ര ചോരയുണ്ടായിരുന്നു എന്ന വിഷയം മാത്രമാണ്. ചില ചരിത്രകാരന്മാർ, കുരിശുയോദ്ധാക്കളായ ചരിത്രകാരന്മാർ, ആ കുരിശുയോദ്ധാക്കളെക്കുറിച്ച് അവരെക്കുറിച്ച് മഹത്വവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ നെരിയാണി മുങ്ങുന്ന രൂപത്തിലുള്ള ചോരയിലൂടെ നടന്നുകൊണ്ടാണ് ശത്രുക്കളുടെ കഥ കഴിച്ചത് എന്ന് പറയുമ്പോൾ, മറ്റു ചില ചരിത്രകാരന്മാർ മുട്ടുവരെ ചോരയുണ്ടായിരുന്നു എന്നെടുത്ത് പറയുന്നു. എന്തിനധികം അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തങ്ങളുടെ സിനഗോഗിൽ കയറി വാതിലടച്ചപ്പോൾ ജൂതന്മാരെ കൂട്ടമായി ആ സിനഗോഗ് കത്തിച്ചു കളഞ്ഞ് അവർ വെന്തുരുകി മരിക്കുമ്പോൾ സിനഗോഗിന് ചുറ്റും കൈകൊട്ടിക്കൊണ്ട് യേശുവേ, നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളുടെ സ്നേഹം, നീയാണ് ഞങ്ങളുടെ വഴി, നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് നൃത്തമാടുകയായിരുന്നു എന്ന് എഴുതുന്നത് കുരിശുയോദ്ധാക്കളുടെ ചരിത്രകാരന്മാരാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കണമെന്ന നിയമമുണ്ടായിട്ട് യുദ്ധം നിഷിദ്ധമായി കരുതപ്പെട്ടിരുന്ന ഒരു സമൂഹം യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ആ യുദ്ധത്തിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ക്രൂരതകളുടെ പര്യായമായി തീർന്ന കുരിശു യുദ്ധത്തിൽ യൂറോപ്പ് മധ്യപൗരസ്ത്യ ദേശത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ച കുരിശു യുദ്ധത്തിൽ എല്ലാ അർത്ഥത്തിലും മൃഗീയമായ നരനായാട്ട് നടന്നുകൊണ്ട് മുന്നോട്ട് പോയ കുരിശു യുദ്ധത്തിൽ, പക്ഷേ നമ്മൾ കുരിശു യോദ്ധാക്കളുടെ ചരിത്രകാരന്മാർക്കിടയിൽ നിന്ന് തന്നെ മാറി നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു സ്വരമുണ്ട്. അത് സലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ചുള്ള സംസാരങ്ങളാണ്. സലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ചുള്ള സംസാരങ്ങൾ 1999 ജൂലൈ മാസം 15 കുരിശു യോദ്ധാക്കൾക്ക് കീഴ്പ്പെട്ട ജെറൂസലേം, അവിടെ അതിനു മുമ്പുണ്ടായിരുന്ന ജനസംഖ്യ 70,000 ആയിരുന്നുവെങ്കിൽ അന്നത്തെ കുരിശുദ്ധം കഴിഞ്ഞപ്പോൾ ജനസംഖ്യ 30,000 തീർന്നു എന്നാണ്. ജനസംഖ്യയുടെ 2/3 ഭാഗവും കുരിശു യോദ്ധാക്കളാൽ ക്രൂരമായി കശാപ്പ് ചെയ്യപ്പെട്ടു. ജൂതന്മാരായിരുന്നു അവിടെ നല്ലൊരു ശതമാനം, മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അവശേഷിച്ച ജൂതന്മാരിൽ ഒരുപാട് ആളുകൾ നാട് വിട്ടുപോയി. നീണ്ട 2 നൂറ്റാണ്ട് കാലം ജെറൂസലേം നഗരം ഇവരുടെ കൈകളിലായിരുന്നു.
അതിനുശേഷം 1187 ജൂലൈ മാസം 15-ാം തീയതി ഹിത്തീൻ യുദ്ധത്തിലൂടെ സലാഹുദ്ദീൻ അയ്യൂബി ഈ ജെറൂസലേം നഗരം വീണ്ടും തിരിച്ചു പിടിച്ച സന്ദർഭത്തിൽ അവിടുത്തെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ക്രൈസ്തവ ഭരണാധികാരിയായ ഗേ രാജാവിനെയും പരിവാരങ്ങളെയും ബന്ദികളായി പിടിക്കപ്പെട്ടു. സലാഹുദ്ദീൻ്റെ കൊട്ടാരത്തിലേക്ക് നിയമപീഠത്തിൻ്റെ മുന്നിലേക്ക് ഈ ബന്ദികൾ ഹാജരാക്കപ്പെട്ടു. പൈതം മക്കളെ വരെ, ചെറിയ കുട്ടികളെ വരെ കൊന്നൊടുക്കിക്കൊണ്ട്, സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ട്, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതകൾ സംഭാവന ചെയ്തുകൊണ്ട് നടത്തിയ കുരിശുയുദ്ധത്തിൻ്റെ പിന്മുറക്കാർ അവരാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഖേരാജാവും കൂട്ടരും. സലാഹുദ്ദീൻ അയ്യൂബി അവരോട് പ്രതികാരമല്ല ചെയ്തത്. അവരോട് യുദ്ധക്കുറ്റവാളികൾ, വഞ്ചകരായ യുദ്ധക്കുറ്റവാളികൾ കൊടിച്ച് ബാക്കി എല്ലാവർക്കും അദ്ദേഹം അവരെ കൊല്ലാതെ വെറുതെ വിട്ടയക്കുകയാണ് ചെയ്തത്. അവർക്ക് അഭയം നൽകുകയാണ് ചെയ്തത്. കുറ്റം ചെയ്തതിനനുസരിച്ച് ശിക്ഷ വിധിക്കുകയും ആ ശിക്ഷകൾ കഴിഞ്ഞതിന് ശേഷം അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുക മാത്രമല്ല, ആ ശിക്ഷാവിധികൾ നടപ്പാക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിനുവേണ്ടി കടന്നു വന്നപ്പോൾ ആ വിചാരണയുടെ സന്ദർഭങ്ങളിൽ അവർക്ക് ശീതള പാനീയങ്ങൾ നൽകിക്കൊണ്ട് സ്വീകരിച്ചതിനെക്കുറിച്ച് യൂറോപ്പിൻ്റെ ചരിത്രകാരന്മാർ അത്ഭുതത്തോടെ അനുസ്മരിക്കുന്നുണ്ട്. ജെറൂസലേം നഗരം തിരിച്ചു പിടിക്കപ്പെട്ടത് കേട്ടപ്പോൾ അർബൻ മൂന്നാമൻ ചക്രവർത്തി ഹൃദയസ്തംഭനം മൂലം മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ബ്രിട്ടനിൻ്റെ രാജാവായിരുന്ന റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡ് എന്നറിയപ്പെട്ടിരുന്നയാൾ, സിംഹഹൃദയമുള്ള റിച്ചാർഡ് എന്നറിയപ്പെട്ടിരുന്നയാളുടെ നേതൃത്വത്തിലാണ് യുദ്ധം. അദ്ദേഹമാണ് കടന്നു വരുന്നത്. അതിക്രൂരമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോയി. പക്ഷേ ആ യുദ്ധരംഗത്ത് സലാഹുദ്ദീൻ അയ്യൂബിയുമായി നേരിട്ടപ്പോൾ അദ്ദേഹം യുദ്ധരംഗത്തെ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. യൂറോപ്പിൻ്റെ ചരിത്രകാരന്മാർ അത്ഭുതത്തോടുകൂടി സൂചിപ്പിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന്. യുദ്ധസന്ദർഭത്തിൽ ശത്രു നേതൃത്വത്തിൽപ്പെട്ടയാൾക്ക് രോഗമുണ്ട് എന്നറിഞ്ഞപ്പോൾ റിച്ചാർഡ് ഒന്നാമൻ ചക്രവർത്തി രോഗിയാണ്, പനി പിടിച്ച് കിടക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ തൻ്റെ കൊട്ടാര വൈദ്യനെ, തൻ്റെ രാജവൈദ്യനെ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞയച്ചുകൊണ്ട് മാന്യത കാണിച്ച സലാഹുദ്ദീൻ അയ്യൂബി യുദ്ധത്തിൽ കുതിരക്ക് പരിക്കേറ്റു. ഇനി യുദ്ധത്തിൽ പോകുവാൻ അവർക്ക് വാഹനമില്ല എന്നറിഞ്ഞപ്പോൾ കുതിരയെ കൊടുത്തയച്ചുകൊണ്ട് അവരെ സഹായിക്കുകയും യുദ്ധരംഗത്തേക്ക് കടന്നു വരുവാൻ ആവശ്യപ്പെടുകയും ചെയ്ത സലാഹുദ്ദീൻ അയ്യൂബി അവസാനം ക്രൂരനായി, കാടനായി, ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കുക എന്ന സിദ്ധാന്തം തലയിലും തോന്നിവാസം മുഴുവനും കാണിക്കുവാനുള്ള ആവേശം കൈകളിലുമായി കടന്നു വന്ന റിച്ചാർഡ് ഒന്നാമൻ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ നമ്മൾ അറിയണം ചരിത്രം. തിരിച്ചു പോകുമ്പോൾ തൻ്റെ സഹോദരിയായ ജോൺ രാജ്ഞിയെ സലാഹുദ്ദീൻ്റെ സഹോദരന് വേണമെങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ സന്നദ്ധമാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് തിരിച്ചു പോയത്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. സലാഹുദ്ദീൻ്റെ സഹോദരൻ ആദിൽ എനിക്കൊരു ക്രൈസ്തവ സ്ത്രീയെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചത് കൊണ്ടാണ് ആ വിവാഹം നടക്കാതെ പോയത് എന്ന് ചരിത്രം. എങ്ങനെയാണ് കാടനായി കടന്നു വന്നയാളെ മനുഷ്യനായി തിരിച്ചയക്കുവാൻ സലാഹുദ്ദീന് കഴിഞ്ഞത് എന്ന ചോദ്യത്തിന് ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ സ്നേഹത്തെയും സമാധാനത്തെയും എങ്ങനെ പ്രയോഗവൽക്കരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളുടെ കൃത്യമായ ഛായയുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നീതിക്ക് വേണ്ടി നിലനിന്നുകൊണ്ട്
നീതിക്കു വേണ്ടി നിലനിന്നുകൊണ്ട് സമാധാനം കൈവരിക്കേണ്ടതുണ്ട് എന്നുള്ള പ്രവാചക പാഠം പ്രസക്തമാകുന്നത്. നീതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം ഉപദേശങ്ങൾ കൊണ്ട് മാത്രം കൈവരുന്ന കാര്യമല്ല. സ്വാഭാവികമായും ഒരു ഭിഷഗ്വരന്, ഒരു ഡോക്ടർക്ക് രോഗമുണ്ടാക്കുന്ന രോഗാണുക്കൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും. അപ്പോഴാണ് രോഗിയുടെ അസുഖം സുഖപ്പെടുക. രോഗിയുടെ അസുഖം സുഖപ്പെടണമെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കാതെ ചിലപ്പോൾ നിർവാഹമുണ്ടാവുകയില്ല. അത് ഭിഷഗ്വരൻ്റെ ഉത്തരവാദിത്വമാണ്. നീതി നിർവഹണത്തിന് വേണ്ടി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട സാമൂഹ്യ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. നീതിയെ തകർത്തുകൊണ്ട് നീതിയെ വകവെക്കാതെ നിലനിൽക്കുന്ന ആളുകളെ അവർക്കാവശ്യമായ കൃത്യമായ നിയമങ്ങൾ നടപ്പാക്കുക എന്നത്. അതല്ല എങ്കിൽ നീതിയുണ്ടാവുകയില്ല. നീതിയില്ലെങ്കിലോ സമാധാനമുണ്ടാവുകയില്ല, ശാന്തി ഉണ്ടാവുകയില്ല. നീതി എന്നത് കൃത്യമായി നടപ്പാക്കപ്പെടുമ്പോൾ അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്ന് ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതി നിർവഹണത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ അവിടെ പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ സ്വന്തത്തിനെതിരാണ് നീതിയെങ്കിലും, സ്വന്തക്കാർക്കെതിരാണ് നീതിയെങ്കിലും, അതേപോലെ തന്നെ കുടുംബത്തിനെതിരാണ് നീതിയെങ്കിലും എല്ലാം നീതിക്കു വേണ്ടി നിലനിൽക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ പാഠങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നീതിക്കു വേണ്ടിയുള്ള ആവശ്യപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് നീതിക്ക് വേണ്ടി നിലനിന്ന സമാധാനത്തിൻ്റെ ദൂതനെ നമ്മൾ കാണുക. നീതി നടപ്പാക്കുക വഴി സാമൂഹ്യ സമാധാനം സാധ്യതമാക്കിയ ചരിത്രത്തിലെ വെള്ളി വെളിച്ചത്തെ നമ്മൾ അനുഭവിക്കുക. ബദർ യുദ്ധം നടക്കുകയാണ്. ബദർ യുദ്ധം നടക്കാൻ പോവുകയാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മുസ്ലിങ്ങളുടെ അണിയെ ശരിപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങളുടെ അണി, 300-ലധികം പേരടങ്ങുന്ന മുസ്ലിങ്ങളുടെ അണി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, പടച്ച തമ്പുരാനെ, ഈ സംഘത്തെ എങ്ങാനും നീ എന്ന് നശിപ്പിച്ചാൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കുന്നൊരു വിഭാഗം ഈ ഭൂമിയിൽ അവശേഷിക്കില്ല നാഥ, നീ ഇവരെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വാർത്ത് ദീർഘനേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ച തമ്പുരാൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ പ്രാർത്ഥനയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പടയാളികളുടെ മുന്നിൽ വന്ന് അവരെ അണി ശരിപ്പെടുത്തുകയാണ്. അണി ശരിപ്പെടുത്തുന്ന സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൊരു ഈദപ്പന മടലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അണി ശരിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ സവാദ് ബിൻ അസിയ എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായി, അദ്ദേഹം ഒന്ന് തെറിച്ചു നിന്നു. തെറിച്ചു നിന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും അണിശരിപ്പെടുത്തുന്നയാൾ എന്നുള്ള നിലക്ക് ഈ ഈന്തപ്പന മടൽ കൊണ്ട് അദ്ദേഹത്തിന് വയറ്റിനൊരു കുത്ത് ഓട്ടി, ഒരു ചെറിയ കുത്ത്. സവാദ് ബിൻ അസിയ പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ നീതിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്, നീതി പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. റസൂലുള്ളാഹ്, എന്നോട് താങ്കൾ അക്രമം കാണിച്ചിരിക്കുന്നു, എൻ്റെ വയറ്റത്ത് ഒരു കാരണവുമില്ലാതെ താങ്കൾ വടികൊണ്ട് കുത്തിയിരിക്കുന്നു, എനിക്ക് പ്രതികാരം ചെയ്യാൻ അവസരം വേണം, എനിക്ക് പ്രതികാരം ചെയ്യാൻ അവസരം വേണം. പീഡിപ്പിക്കപ്പെട്ടവന് പ്രതികാരം ചെയ്യുവാൻ അവസരമുണ്ട് എന്ന്, അവകാശമുണ്ട് എന്ന്, അതിൻ്റെ രാഷ്ട്ര സംവിധാനം വിധി നൽകേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിക ദർശനത്തെ പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന റസൂലുള്ളാഹ് ഈ സന്ദർഭത്തിൽ സഹാബിമാരുടെ ഉമറിനെ പോലെയുള്ള ആളുകളുടെ റളിയല്ലാഹു അൻഹു അവരുടെ മുഖം ചുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ ഒരു അനുചരൻ്റെ സംസാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ തൻ്റെ കയ്യിലുള്ള വടി അയാളുടെ കൈകളിലേക്ക് കൊടുത്തു. സവാദ് ബിൻ അസിയയുടെ കൈകളിലേക്ക്, താങ്കൾ പ്രതികാരം ചെയ്യുക.
ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, റസൂലേ, എൻ്റെ ശരീരത്തിൽ വസ്ത്രമൊന്നുമില്ല, ഞാൻ കുപ്പായമിട്ടിട്ടില്ല, എൻ്റെ നഗ്നമായ മേനിയിലാണ് പ്രവാചകരെ താങ്കൾ വടികൊണ്ട് കുത്തിയത്. എനിക്കും റസൂലേ, താങ്കളുടെ നഗ്നമായ താങ്കളുടെ ശരീരത്തിലെ താങ്കളുടെ വയറ്റത്ത് തന്നെ എനിക്ക് കുത്തേണ്ടതുണ്ട്, വയറ് നഗ്നമാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുപ്പായം അഴിച്ച് തൻ്റെ വയറ് നഗ്നമാക്കി കാണിച്ചു കൊടുത്തപ്പോൾ സവാദ് ബിൻ അസിയ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ആ യുദ്ധത്തിൽ ചിലപ്പോൾ ഞാൻ രക്തസാക്ഷ്യം വഹിച്ചേക്കാം. എൻ്റെ അവസാനത്തെ എൻ്റെ ശരീരത്തിൻ്റെ സ്പർശം അങ്ങയുടെ ശരീരത്തോടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. താങ്കൾ